ലാസ്റ്റ് ടൈം നിങ്ങൾ തൈറോയ്ഡ് ചെയ്തപ്പോൾ എത്രയുണ്ടായിരുന്നു? നോർമലായിരുന്നോ? ആയിരുന്നെങ്കിൽ വാല്യൂസ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തൈറോയ്ഡ് നോർമലായിട്ടും എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അതും കൂടെ നമ്മൾ നോട്ട് ചെയ്യുക. അതൊരു പക്ഷേ തൈറോയ്ഡിൻ്റെ പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ ആൻറ്റി ടി പി ഒയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ഇഷ്യൂസോ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു കൺഫർമേഷനായിട്ട് വളരെ നല്ലതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പല ആൾക്കാരും തൈറോയിഡൊക്കെ നോക്കുന്ന സമയത്ത് നോർമൽ റേഞ്ചിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഹാപ്പിയായി, വേറെ പ്രശ്നമൊന്നുമില്ല, T3 T4 എല്ലാം നോർമലാണ്, അപ്പോൾ പിന്നെ നമുക്ക് തൈറോയിഡ് ഇല്ല എന്നുള്ള നിഗമനത്തിൽ നമ്മൾ പലപ്പോഴും എത്തും. ഈവൻ പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കുമ്പം ഡോക്ടറും പറയുന്നത് ശരിയാണ്. കാരണം നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലാണ്, ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മൾ ചില സമയത്ത് നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുകൾ, മൂഡ് സ്വിങ്സ്, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷീണം, പിന്നെ പീരീഡ്സിൽ വരുന്ന വ്യത്യാസം, ദഹനത്തിൽ വരുന്ന വ്യത്യാസമൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതായത് ആൻറ്റി ടി പി ഒ. ഓക്കെ, ഇത് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡീസിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് തൈറോയിഡ് നമുക്കറിയാം ഇവിടുത്തെ ഒരു ഗ്രന്ഥിയാണ് അല്ലേ, ഒരു പൂമ്പാറ്റയെ പോലുള്ള ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അത് നമ്മുടെ ശരീരത്തിനകത്തെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ അതിന് ഉണ്ടാകുന്ന ഫങ്ഷനിൽ വരുന്ന ഡിഫിക്കൽറ്റി നമ്മുടെ ശരീരത്തിനെ മൊത്തത്തിൽ ബാധിക്കും. അത് പല രീതിയിൽ ബാധിക്കും, ഓരോരുത്തരെയും ഓരോ രീതിയിൽ ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആൻറ്റി ടി പി ഒയും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് തീർച്ചയായിട്ടും സജസ്റ്റഡ് ആണ്. അപ്പോൾ ഈ ആൻറ്റി ടി പി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേകതരമായ ഒരു പ്രശ്നമാണ്. ഓക്കെ, അത് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഹാഷിമോട്ടോ എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ഇൻഫ്ലമേഷനാണ്. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിനകത്തെ സെൽസ് നമ്മുടെ ശരീരത്തിൻ്റേതായിട്ട് തന്നെയുള്ള തൈറോയിഡിനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഒരു പക്ഷേ ജനറ്റിക്കായിട്ട് ട്രിഗർ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ത്രഷോൾഡിനെക്കാട്ടി മേളിലായതുകൊണ്ട് സ്റ്റിമുലേറ്റ് ആയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രെസ് ഫാക്ടർ ആയിരിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടാമിനൻസ് ആയിരിക്കാം, എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് ആയിരിക്കാം, പെയിൻ്റ് അടിക്കുന്നതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു എമൾഷൻ നമ്മുടെ അകത്ത് ചെല്ലുന്നതായിരിക്കാം, ആൽക്കഹോൾ ഇൻടേക്ക് ആയിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം, ഉറക്കക്കുറവായിരിക്കാം, നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ് ആയിരിക്കാം. സോ എന്തോ ഒരു കാര്യം നമ്മുടെ ആ ഒരു ത്രഷോൾഡ് മേളിൽ വന്നപ്പം ആ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ ആക്ടിവേറ്റ് ആയി അല്ലെങ്കിൽ ട്രിഗറായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമുക്ക് ഈ ഒരു കാര്യം നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത്, ഡയറ്റ് നമുക്ക് മാനേജ് ചെയ്യാം, നല്ല എക്സസൈസ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാം, റെസ്റ്റ് കൊടുക്കാം, ഉറക്കം കൊടുക്കാം, റിക്കവറി ടൈം കൊടുക്കാം. ഓക്കെ, നമുക്ക് മെൻ്റൽ റിലാക്സേഷൻ ടെക്നിക്സ് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പിന്നെ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഹോമിയോ മെഡിസിൻസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് നമുക്ക് കുറേയൊക്കെ ഇതിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വേണമെങ്കിലും ആക്ട് ചെയ്യാം, അത് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ആക്ട് ചെയ്യാം. ചിലപ്പം ജനറലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലത്തെ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ജോയിൻസിനെ ഫോക്കസ് ചെയ്ത് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കാം, വയറിൽ വരുന്ന ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഏറ്റവും അങ്ങേയറ്റത്ത് പോയി കഴിഞ്ഞാൽ ക്യാൻസർ പോലത്തെയുള്ള പ്രശ്നങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. അഥവാ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും വരാം. പക്ഷേ ഓരോ ആൾക്കാരെ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ട് അവരുടെ ആ ഒരു ഹോൾഡിങ് കപ്പാസിറ്റി അനുസരിച്ച്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മദ്യപാനികൾ പലതരത്തിലുണ്ട്. കുറച്ച് കുടിച്ചാൽ തന്നെ ഫിറ്റാകുന്ന ആൾക്കാരുണ്ട്, എത്ര കുടിച്ചാലും ഒന്നും ഏശാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ആൾക്കാരിലും ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലൻറ്റിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫാക്ടർ ഓർത്തലും വ്യത്യാസമാണ്. ചിലർക്ക് ചെറിയൊരു കാര്യം മതി, ചിലർക്ക് എത്ര ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ പറഞ്ഞ പോലെ ഇപ്പോൾ എത്ര പൊല്യൂട്ടൻസ് നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നു എന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ എത്ര വന്നാലാണ് നമുക്ക് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്യാൻസർ സീൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ട്രിഗർ ആവുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും എക്സ്റ്റേണൽ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് കാര്യങ്ങളെ കുറയ്ക്കുക, ടെൻഷന് സ്ട്രെസ് കുറയ്ക്കുക, നല്ല എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ, തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഈ ഹാഷിമോട്ടോ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് വരാൻ പറ്റും വിത്ത് മെഡിക്കേഷൻ. ഓക്കെ, ഇനി ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് നോർമൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡയറ്റ് കാര്യങ്ങൾ ബാക്കിയെല്ലാം കൺട്രോൾ ചെയ്തിട്ട് നോർമൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മെഡിസിനൽ ഹെൽപ്പ് തേടേണ്ടതാണ്. കാരണം ഇതിൻ്റെ വാല്യൂസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പം കൂടും, ചിലപ്പം കുറയും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പല ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ത്വക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നം, പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുക. ഞാനത് വളരെ ഡീറ്റെയിൽഡായിട്ടൊന്നുമല്ല, വളരെ വേഗമായിട്ടാണ് പറഞ്ഞു പോയത്. അതായത് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഡീറ്റെയിലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാൻ ഞാൻ പറയാവുന്നതാണ്. ലാസ്റ്റ് ടൈം നിങ്ങൾ തൈറോയിഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് അതിൻ്റെ വാല്യൂസിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്, ചെന്നിത്തലയാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടോ പറയുന്നത് നിങ്ങൾ തീർച്ചയായും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. പിന്നെ 1-2 ഇതിൻ്റെ മെഡിസിൻസും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ജനറലായിട്ടാണ് പറയുന്നത്. ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. എങ്കിൽ പോലും ജനറലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് നാട്രമ്യൂർ 6X എന്ന് പറയുന്ന മെഡിസിനും തൈറോയിഡ് 3X എന്ന് പറയുന്ന മെഡിസിനും. സോ ഇത് നമുക്ക് ചെറിയ ബോട്ടിൽസൊക്കെ മേടിക്കാൻ കിട്ടും. ചെറിയ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ 25 ഗ്രാം ബോട്ടിലാണെന്നുണ്ടെങ്കിൽ 4 വെച്ച് 3 നേരം എന്നുള്ള രീതിക്ക് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്, നല്ലതാണ്. ഓക്കെ, ജനറലായിട്ട് നമുക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്യൂസ് മെൻഷൻ ചെയ്യുക. സോ അവർക്ക് നല്ലൊരു ശുഭം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഇൻഫോംഡ്.